ദിനേശൻ എഴുവന്തലയുടെ കഥ ചിറകുകളുടെ ആകാശം. ദിനേശൻ എഴുവന്തല എഴുതിയ ചിറകുകളുടെ ആകാശം എന്ന കഥ. കഥ ചിറകുകളുടെ ആകാശം. കല്യാണം കഴിച്ച മറ്റുള്ളവരുടെ അടിമയാവാൻ എന്നെ പോലെയുള്ള പെൺകുട്ടികളെ കിട്ടില്ല. അപ്പോഴാണോടി നിൻ്റെയൊക്കെ ഒരു പൈങ്കിളി പ്രേമം. ഫോണിൻ്റെ മറുതലക്കൽ പ്രണയത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച കൂട്ടുകാരി മീരയുടെ വാക്കുകളെ ഒരൊറ്റ വെട്ടുകത്തി പ്രയോഗം കൊണ്ട് അഞ്ജന മുറിച്ചു മാറ്റി. കരിയറിൻ്റെ കൊടുമുടിയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അഞ്ജന വിവാഹം എന്നത് സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചങ്ങലക്കിടുന്ന ഒരു തടവറയായിട്ടാണ് കണ്ടിരുന്നത്. തൻ്റെ ആകാശങ്ങളെ മറ്റൊരു പുരുഷൻ്റെ അടുക്കളപ്പുകയിലേക്ക് ചുരുക്കാൻ അവൾ ഒട്ടും തയ്യാറല്ലായിരുന്നു. കാലം അതിൻ്റെ പ്രവാഹം തുടർന്നു. ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് നിരക്കുകൾക്കിടയിലേക്ക് പവൻ കടന്നു വരുന്നത് ഒരു കുളിർക്കാറ്റ് പോലെയായിരുന്നു. അഞ്ജനയുടെ പ്രൊജക്ട് ഡയറക്ടറായ അവൻ്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും സ്ത്രീത്വത്തോടുള്ള ആഴമേറിയ ആദരവുണ്ടായിരുന്നു. അന്ന് പെയ്തൊഴിയാത്ത ഒരു രാത്രിമഴയിൽ അഞ്ജന തൻ്റെ വിവാഹവിരുദ്ധമായ ആദർശങ്ങൾ അവൻ്റെ മുന്നിൽ നിരത്തി. അവൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കല്യാണം എന്നത് ഒരാൾ മറ്റൊരാൾക്ക് കീഴടങ്ങലല്ല അഞ്ജന, അതൊരു ആത്മബന്ധമാണ്. ഒരാളുടെ ചിറകരിയുന്നതല്ല പ്രണയം, മറിച്ച് രണ്ടു പേർക്കും ഒരുമിച്ച് അനന്തതയിലേക്ക് പറന്നുയരാൻ ആകാശം ഒരുക്കലാണ്. നിന്റെ അസ്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളോടൊപ്പമുള്ള യാത്ര അടിമത്തമല്ല, അതിനെ സഹവർത്തിത്വം എന്നതായി കാണണം. മരുഭൂമിയിൽ പെയ്ത ആദ്യ മഴ പോലെ ആ വാക്കുകൾ അഞ്ജനയുടെ ചിന്തകളിലെ വരൾച്ചയെ മാറ്റിമറിച്ചു. ഒരു നിഴലിനെയല്ല, മറിച്ച് തനിക്കൊപ്പം നടക്കാൻ കെൽപ്പുള്ളൊരു തുല്യ പങ്കാളിയെയാണ് പവൻ തിരഞ്ഞതെന്ന് അഞ്ജനയ്ക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലായി. അഞ്ജനയുടെ മനസ്സിലെ വാശിയുടെ മഞ്ഞുരുകി. അവരുടെ മംഗല്യവേദിയിൽ വധുവായി അണിഞ്ഞൊരുങ്ങി നിന്ന അഞ്ജനയുടെ കാതിൽ മീര പഴയ വരികൾ മന്ത്രിച്ചു. ഇപ്പോഴെങ്ങനാടി നിന്റെ ഈ പൈങ്കിളിപ്രേമം? പവൻ്റെ വിരലുകളിലേക്ക് തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് പ്രണയത്തിൻ്റെ ആർദ്രതയോടെ അഞ്ജനയുടെ ചുണ്ടുകൾ ശബ്ദിച്ചു. അടിമയാവാനല്ല മീര, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശങ്ങളിൽ എന്നോടൊപ്പം പറക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ. ദിനേശൻ എഴുവന്തലയുടെ ചിറകുകളുടെ ആകാശം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംല എം ഇക്ബാൽ. നന്ദി.